മരിക്കുന്നതിന് മുമ്പ് വിമല അമ്മയും അച്ഛനെ അവസാനമായി കണ്ടത് എപ്പോഴാണ്? കഴിഞ്ഞ ഒക്ടോബർ 2-നായിരുന്നു സർ. എവിടെ വെച്ചാ കണ്ടത്? അച്ഛനും അമ്മയും കാണാൻ ഞങ്ങൾ വീട്ടിലേക്ക് പോവുമായിരുന്നു. അച്ഛനെയും അമ്മയും പോയി കാണാൻ വിശേഷിച്ചെന്തെങ്കിലും കാരണം? ഉണ്ടായിരുന്നു സർ. സ്ത്രീധന ബാക്കി 6 മാസത്തിനുള്ളിൽ കൊടുത്തോളാം എന്നുള്ള ഉറപ്പിലാണ് എൻ്റെ വിവാഹം നടത്തിയത്. വിവാഹത്തിന് ശേഷം അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. രാജേട്ടൻ നന്നായി മദ്യപിക്കും, ചീറ്റുകളിയുണ്ട്. നിന്റെ തന്ത പിന്നെ പറഞ്ഞ എന്താ രാജേട്ടാ, അച്ഛൻ കുറെ സഹായിച്ചിട്ടില്ലേ രാജേട്ടനെ? ഇങ്ങോട്ട് ന്യായം ഉണ്ടാകണ. തൽക്കാലം എന്റെ കട രാജേട്ടന്റെ ശല്യം സഹിക്കാതായപ്പോഴാ അത്യാവശ്യം കയറി താമസിക്കാനുള്ള പണികളൊക്കെ തീർത്ത് അച്ഛനും അമ്മയും പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയത്. രാജേട്ടാ എങ്ങടായി പോണത്? നിന്റെ തന്ത ശരിയാക്കാൻ സ്ത്രീധന ബാക്കി അച്ഛൻ മക്കൾക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാന്ന് പറഞ്ഞതാ. പക്ഷെ രാജേട്ടൻ സമ്മതിച്ചില്ല. എന്നെ മക്കളെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ പണം രാജേട്ടന്റെ കയ്യിൽ കൊടുക്കാൻ അച്ഛൻ സമ്മതിച്ചു. അച്ഛന്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന പണം കൂടി രാജേട്ടൻ കടമായി കുറെ ചോദിച്ചെങ്കിലും അച്ഛൻ കൊടുത്തില്ല. സ്ഥലവും വീടും ആരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത്? അച്ഛന്റെ പേരില്, കാലശേഷം എന്റെ പേരിലും. ഈ വിവരം രാജൻ അറിയാമോ? അറിയാം സർ. ഈ രാജന് മൊബൈൽ ഇല്ലേ? ഉണ്ട് സർ. പക്ഷേ അച്ഛൻ മരിച്ചെന്ന് പുലർച്ചോടെയോടെ രാജേട്ടൻ വീട്ടിൽ വന്നത്. മൊബൈൽ എവിടെ വീണു പോയെന്നും പറഞ്ഞു. ശരി, അയാള് വന്ന ഉടനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം. ശരി സർ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാവാതിരിക്കട്ടെ. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ രതീഷേട്ടാ? ചെറിയൊരു പ്രശ്നമുണ്ട്. മർഡർ നടന്ന വീട്ടിൽ നിന്ന് 3 ആളുടെ ഫിംഗർ പ്രിന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. വളരെ രഹസ്യമായി കിട്ടിയ വിവരമാണ്. അതിലൊന്ന് പരപ്പാറ ജെയിംസിൻ്റെതാണ്. ജെയിംസ് പ്രതിയായ സ്ഥിതിക്ക് അറിയാലോ, നിങ്ങൾക്കിത് വലിയ പ്രശ്നമാവും. ഒരുമിച്ച് പെണ്ണ് കാണാൻ പോകാന്ന് ഓർത്ത് ഞാൻ ഈ വയ്യോലിക്കുന്നു. ഇതിപ്പോ ഒരുമാതിരി. അതൊന്നും ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ടുമില്ല, നിങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടുമില്ല. മനസ്സിലായല്ലോ? ഷാഡോസിൽ നമ്മുടെ ഒരാളുണ്ടായത് എന്തായാലും നന്നായി. 3 പേരുടെ ഫിംഗർ പ്രിന്റ്സ് കിട്ടിയ സ്ഥിതിക്ക് കുറഞ്ഞത് 3 പേര് സംഘത്തിലുണ്ടായിരുന്നിരിക്കണം. മാഡം, ഡോറുകൾക്കും ലോക്കിനും ഡാമേജ് ഇല്ലാതെ കൊലപാതകികൾ എങ്ങനെ അകത്ത് കടന്നു എന്നുള്ളതാണ്. കൊല്ലപ്പെട്ടവർക്ക് പ്രതികളെയോ പ്രതികളിൽ ആരെയെങ്കിലുമോ മുൻപരിചയമുണ്ടായിരുന്നിരിക്കണം. അവര് വന്ന് വിളിച്ചപ്പോ വാതിൽ തുറന്നു കൊടുത്തതായിരിക്കണം. മാഡം, പക്ഷേ വിഷം കൊടുത്ത് കൊല്ലുന്നത്? ആ കാര്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അല്ല മാഡം, ഈ പിടിവലിക്കിടയിൽ മരണവെപ്രാളത്തിൽ 2 പേരും വെള്ളം മറ്റോ ചോദിച്ചപ്പോ വെള്ളത്തിന് പകരം വിഷമായലേക്ക് ഒഴിച്ചു കൊടുത്താണെങ്കിലും 2 പേരും ഒരേ സമയത്ത് വെള്ളം ചോദിക്കോ? ഇല്ല, വഴിയില്ല. ബലം പ്രയോഗിച്ച് കുടിപ്പിച്ചതാവാനാണ് സാധ്യത. ഈ 2.5 പവന് വേണ്ടി 2 പേരെ കൊല്ലുമോ മാഡം? മകൾക്ക് കൊടുത്ത 3 ലക്ഷം രൂപ കൂടി അവിടെ ഉണ്ടാകാമെന്ന നിഗമനത്തിലാണ് പ്രതികൾ വന്നതെങ്കിലും പരിചയമുള്ള പ്രതികളാണെങ്കിൽ ഇരകളെ കൊല്ലുകയല്ലേ മാർഗമുള്ളൂ. അതും ശരിയാണ്. പിന്നെ ഈ കേസ് CI ആയിരിക്കും അന്വേഷിക്കുന്നത്. DYSP സൂപ്പർവിഷൻ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, പരപ്പാറ ജെയിംസ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു കാരണവശാലും മീഡിയ അറിയരുത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ഒരാൾ സംഘം ചേർന്ന് കൊലപാതകം കൂടി നടത്തിയെന്നറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പുകലുകൾ ഞാൻ പറയാതെ തന്നെ അറിയാലോ. അറിയാം. That's all now. You may go. Okay. ഇനി ബാക്കിലെ ഡോർ പോയി ടെറസിലൊന്ന് കയറും. ശരി സർ. ജെയിംസിന്റെ കൂട്ടുപ്രതികൾ ആരൊക്കെയാണെന്ന് അറിയേണ്ടത്. ജയിലിൽ അവൻ ആരൊക്കെയായിട്ട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു അന്വേഷിക്കുന്നത് നല്ലതാ. ശരി സർ. അവരിൽ ആരെങ്കിലും ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയണം. പ്രത്യേകിച്ചും മുളക് പൊടി വിതറുന്ന മോഡസുള്ളവർ. ഈ വിരലടയാളം വെച്ചിട്ട് നമുക്ക് 2 പേരെ കൂടി തിരിച്ചറിയാനുണ്ട് സർ. കൂട്ടുപ്രതികൾ പുറമേ നിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു ഓപ്പറേഷന് വേണ്ടി മാത്രം ജെയിംസിന്റെ സഹായം തേടിയതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു ഓപ്പറേഷൻ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്റെ സംശയം അത് തന്നെയാണ്. ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു എന്ന് അറിയണം. ശരി സർ. ഈ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് തന്നെ അന്വേഷിക്കാം സർ. അവരിൽ ആരെങ്കിലുമായി സുധാകരന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കണം.
സർ. എന്താണത്? ID കാർഡാണ് സർ. നോക്കട്ടെ. ഇതാ സസ്പെൻഷനിലുള്ള പോലീസുകാരൻ വിഷ്ണുവിന്റെ. അതെ സർ. തൽക്കാലം താനിത് ആരോടും പറയണ്ട. ശരി സർ. ഈ കൊലപാതകം നടന്ന രാത്രിയിൽ എന്തോ കണ്ട് പേടിച്ചു ഒരുത്തിന് ഹോസ്പിറ്റലിൽ കിടക്കുന്നില്ലേ? ഒരാളുണ്ട് സർ. പോയി കണ്ടിരുന്നോ? ഇല്ല സർ. ഇന്ന് തന്നെ പോയി കാണും. എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ? പിന്നെ ചോദ്യം ചെയ്യൽ പോലീസ് പുറയിൽ വേണ്ട, ഒരു മയത്തിലൊക്കെ മതി. തൊലി പൊളിച്ചു കൊടുക്ക. കാണാൻ പറ്റുമല്ലോ കേട്ടോ. തീർന്ന് ഇവരും ഞാനോട് തിന്നാൻ പോണം. അമ്മ പേടിയേറ്റതിന് ശേഷം ഇവരിങ്ങനെയാണ് സാറേ. ഇവര് തീറ്റി മേടിച്ചു കൊടുത്ത് എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു സാറേ. എന്നാലും കുഴപ്പമില്ല, ഇവന്റെ അസുഖമെല്ലാം ഒന്ന് മാറി കിട്ടിയാ മതി. എന്ത് എന്നിട്ടും ഒരു വിശപ്പില്ല സാറേ. കൊല്ലു പോലെയാണ് സാറേ ഞാനിവനെ വളർത്തിയത്. കൊന്നുപോലെയായി. വെള്ളം ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. സാറേ എന്തെങ്കിലും എടുത്ത് കൊടുത്തേക്കണേ. ഇവൻ ഭീകരജീവിനെ കണ്ട് പേടിച്ചൊന്നല്ല, ആർത്തി മൂത്ത് ചത്ത ആരുടെ പ്രേതം കണ്ട് പേടിച്ചത്. പോയാ അനിയ. അതെ അനിയ. അനിയൻ അന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ആ കണ്ട ആള് ഇദ്ദേഹമാണോ? ആണോ? ഓറഞ്ച് എന്നാ ശരിക്കും ഓർമ്മ വരും പോലീസാരാ. ഓറഞ്ച് വേണല്ലേ? ഓറഞ്ച് അല്ല, ഓറഞ്ച് വാങ്ങിത്തരാം കേട്ടാ. അപ്പൊ ഓറഞ്ച് തിന്നാ ഓർമ്മ വരുന്ന ആള് ഇതാണോ? ഓറഞ്ച് തിന്നിട്ട് ഓർമ്മ വന്നിട്ട് അല്ലേ? ആണോ? അല്ലേ? പിന്നെ ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്ക് അല്ലേ? ഓർമ്മ വരില്ല. ഞാനെന്തേ അതെ അവിടെ കണ്ടത് ശരിക്കും ശരിക്കും ഓറഞ്ചല്ല. ഓറഞ്ച് ഓറഞ്ചേ അമ്മയുടെ ഓറഞ്ച്. അല്ല സാറ് പോകുകയാണാ? ഡോക്ടർ പറഞ്ഞതേ എന്റെ മകന്റെ അസുഖം പെട്ടെന്ന് മാറുമെന്നാണ്. പതുക്കെ മാറിയാ മതി. അവന്റെ ഒന്നും അസുഖം മാറിയിട്ട് യാതൊരു കാര്യമല്ല. പിന്നെ എന്റെ മകനെ പറ്റി പറഞ്ഞാലേ പോലീസാണെന്ന് ഞാൻ നോക്കിയാല പിടിക്കും ഞാൻ. പോലീസുകാരൻ വെറുതെ മനുഷ്യന് സമയം മെനക്കെടുത്തി. ആ കൊല വാങ്ങിയ കാശ് പോയി. അവന്റെ ഒടുക്കത്തെ വിശപ്പും ഒരു അലവലാതി തള്ളയും. അവൻ രാത്രിയിലെ ആ തള്ളയുടെ കരിഞ്ഞ മോന്ത കണ്ടു പേടിച്ചായിരുന്നു.